ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. പുതിയതായിട്ട് മാറിയ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹിന്ദിയുടെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, മോഡൽ ചോദ്യപേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി. 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയിൽ നമ്മൾ ആദ്യത്തെ യൂണിറ്റായ ജി ബർ എന്നിട്ടുള്ളതിൽ ചട്പട്ട് ഓർ നട്ട്കട്ട് എന്ന പാഠമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ വിത്ത് മീനിങ്സിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ക്ലാസ്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി അത് നിങ്ങൾക്ക് ലഭ്യമായില്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടിയില്ല എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം. ഓക്കെ, ചട്പട്ട് ഓർ നട്ട്കട്ടിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും അടങ്ങിയ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും കണ്ട് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചട്പട്ട് ഓർ നട്ട്കട്ട്. രണ്ട് കുട്ടികളുടെ കഥയാണ് ചട്പട്ടും നട്ട്കട്ടും. രമേശ് ഉപാധ്യായ ആണ് ഇതിൻ്റെ രചനാകാർ അഥവാ ഓദർ. ഓക്കെ, നോക്കാം. ഒരു സ്റ്റോറി ആയിരുന്നു ഇത്. നോക്കിക്കോളൂ. ആദ്യത്തെ ചോദ്യം, और बड़े को तो छोटे का ध्यान रखना ही पड़ता है, माँ के इस कथन से आप क्या समझते हैं? ബഡേ പറയുന്നത് വലിയ കുട്ടി, വലിയ ആള് ചെറിയ ആളെ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. അമ്മ ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഉത്തരം, മാ കെ ഇസ് കഥൻ സേ സമജ് ആതാ ഹെ കി ബഡേ ഭായി കാ കർത്തവ്യ ഹോത്താ ഹെ കി വ ചോട്ടെ ഭായി കി സുരക്ഷ ഔർ ദേഖ്ഭാൽ കരേ. അപ്പോൾ മൂത്ത കുട്ടിയുടെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ചെറിയ കുട്ടിയുടെ ശ്രദ്ധ, ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്, അല്ലേ? ഈ പരിവാർ മേ ബഡേ ഓർ ചോട്ടേ കെ ബി ജിമ്മേദാരി ഓർ സ്നേഹ കാ ഏക് മഹത്വപൂർണ്ണ സന്ദേശ്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ചേട്ടനും അനിയനും ഒക്കെയുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റിയുടെ ഒക്കെ ഒരു സന്ദേശം, മെസ്സേജാണ് ഈ കാണിക്കുന്നത്. മാ ചാഹത്തി ഹേ കി ചട്പട്ട് സംജേ കി ഉസെ നട്ട്കട്ട് കാ ധ്യാൻ റഖ്ന ഉസ്കി ജിമ്മേദാരി ഹേ. അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന എന്താണ്? ചട്പട്ടാണ് ആദ്യത്തെ കുട്ടി, ചട്പട്ട് മൂത്ത മോനാണ്. അപ്പോൾ അവൻ രണ്ടാമത്തെ കുട്ടി നട്ട്കട്ടിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്, ശ്രദ്ധിക്കേണ്ട ചുമതല അവനാണ് എന്നാണ് അമ്മ പറയുന്നത്. അടുത്ത ചോദ്യം, നട്ട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്കട്ട് ഹേ. നട്ട്കട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ കുട്ടിയാണ്, അവൻ കുറച്ച് അധികം വികൃതിയാണ്. ऐसा क्यों कहा गया है എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഉത്തരം, नटखट कुछ ज्यादा ही नटखट है, ऐसा इसलिए कहा गया है क्योंकि नटखट हमेशा गेल और मस्ती में रहता था. എന്തുകൊണ്ടാണ്? നട്ട്കട്ട് എപ്പോഴും കളിച്ചുകൊണ്ടും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടും ഇരിക്കും, അല്ലേ? വ രാസ്തേ പോക്കർ കെ പാനി മേ മछलियां देखा. കുളത്തിൽ മീനുകളെ നോക്കുക. ബർക്കത്ത് കി ജടോം പർ ഷൂൽത ഔർ ഗേതോ മേ, അതുപോലെ തന്നെ വയലുകളിലെ സാധനങ്ങൾ പോയി എടുക്കുക, ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഉസ്കി യഹി ഷറാറത്തെ ഓർ ധീമി ഗതി സെ ചൽന ചട്പട്ട് കോ പരേഷാൻ കർത്തി തി. അപ്പോൾ ചട്പട്ട് വേഗം നടന്നു പോണ ഒരാളാണ്, ഇവൻ വളരെ പതുക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അടുത്ത ചോദ്യം, കപ്പടെ സുഖാനെ കെ ലിയെ ദോനോ ഭായിയോ നെ ഏക് ഉപായ് കിയ और क्या क्या उपाय हो सकते हैं. അപ്പോൾ ഇവര് ഫുള്ളായിട്ട് ഈ നട്ട്കട്ട് വെള്ളത്തിൽ പെട്ടു, ചട്പട്ട് രക്ഷപ്പെടുത്തി, അല്ലേ? ശേഷം രണ്ടാളുടെയും ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ നനഞ്ഞ ഡ്രസ്സോട് കൂടി പോയി കഴിഞ്ഞാൽ അമ്മ ചീത്ത പറയും. അപ്പോൾ ആ നനഞ്ഞ വസ്ത്രം ഉണക്കാൻ വേണ്ടി ഇവർ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടാവാം? അപ്പോൾ ആ ഉത്തരം, ധൂപ് സെ ഉൻകെ കപ്പടെ ജൽദി സൂഖ് ഗയേ. വെയിലാണ് കേട്ടോ, അപ്പോൾ വെയിലിൻ്റെ ചൂടിൽ പെട്ടെന്ന് ഉണങ്ങും. ഇസ്കെ അലാവ ഓർ ബി കൈ ഉപായ് ഹോ സക്തേ ഹെ. ഇത് കൂടാതെ ഒരുപാട് ഉപായങ്ങൾ വേറെ ഉണ്ട്. ആദ്യത്തെ മെത്തേഡാണ് ധൂപ് മേം ബൈഠന, വെയിലത്തിരിക്കുക. വേ കിസി ഗുലേ സ്ഥാൻ പർ ധൂപ് മേം ബൈഠ് സക്തേ തെ ജിസ്സെ സൂരജ് കി ഗർമി സെ കപ്പടെ ജൽദി സൂഖ് ജാത്തെ. അപ്പോൾ വെയിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സൂര്യൻ്റെ ആ ഒരു വെയിലേറ്റിട്ട് തന്നെ ഇത് ഉണങ്ങും, ഡ്രസ്സ് ഉണങ്ങും, അല്ലേ? हवा में झूलना, अदायद काटത്ത് ഓടുക. वे अपने कपड़े किसी पेड़ के शाखा पर या किसी अन्य ऊंची जगह पर ലട്കാക്കർ ഹവ മേ സൂഖ്നെ കെ ലിയെ ചോട് സക്തേ തെ. ഏതെങ്കിലും കാറ്റുള്ള സ്ഥലത്ത് ഇട്ടിട്ട് ഇവർക്ക് ഉണക്കാം, അപ്പോഴും എന്താണ്, ഉണങ്ങും. അടുത്തത്, കപ്പടോം കോ നിച്ചോഡ്ന. पहले कपड़ों के अच्छी तरह से निचोड़कर अतिरिक्त पानी निकाल सकते थे, फिर धूप या हवा में सूखा सकते हैं. എന്ത് ചെയ്യാം? വെള്ളം പിഴിഞ്ഞു കളഞ്ഞിട്ട് ഇവർക്ക് വെയിലത്തോ അല്ലെങ്കിൽ കാറ്റത്തോ ഇട്ട് ഉണക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുന്നതാണ്.
कहानी के पात्रों की विशेषताएं पहचाने सही मिलान करेയാണ് നട്ട്കട്ട് ചട്ട്പട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കോ ആണ് ഗ്രാമറിൽ നമ്മൾ ചേർത്തേണ്ടത്. പിന്നെ അപ്പുറത്തെ ബോക്സിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം നോക്കൂ, നട്ട്കട്ട് നമുക്ക് ആദ്യം നട്ട്കട്ടിനെ ജോയിൻ ചെയ്യാം. നട്ട്കട്ട് കോ കാഗസ് കി നവ് ബനാന ആത്താ ഹെ. നട്ട്കട്ടിന് നമ്മുടെ കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം, പേപ്പർ ബോട്ട് അല്ലേ. അടുത്തത് ഇതിൽ ചട്ട്പട്ട് ഏതാണ്? ചട്ട്പട്ടിന് എന്താ അറിയാം? നീന്താൻ അറിയാം. അപ്പം ചട്ട്പട്ട് കോ നദി മേ തൈർന ആത്താ ഹെ, ഇത് ചട്ട്പട്ടാണ് കേട്ടോ. അടുത്തത് ബാഗ് സെ ആം തോട്ത്താ ഹെ ആരാണ്? നട്ട്കട്ടാണ്. നട്ട്കട്ട് കോ ബാഗ് സെ ആം തോട്ത്താ ഹെ. അടുത്തത് മാസെ ഷിക്കായത്ത് കർത്താ ഹെ ആരായിരിക്കും ചെയ്യാൻ പോകുന്നത്? ചട്ട്പട്ടാണ്. അപ്പൊ ചട്ട്പട്ട് കോ മാസെ ഷിക്കായത്ത് കർത്താ ഹെ. ഇവിടെ കോ വേണ്ട, കോ നമുക്ക് ആദ്യം രണ്ടെണ്ണത്തിൽ ജോയിൻ ചെയ്യണ്ടു, ബാക്കിയുള്ളതിൽ കോ വേണ്ട കേട്ടോ. ബാഗ് മുതൽ വേണ്ട. അപ്പോൾ ചട്ട്പട്ട് മാസി ഷിക്കായത്ത് കർത്താ ഹെ വരും. അടുത്തത് വരുന്നത് നട്ട്കട്ട് ആണ്. നട്ട്കട്ട് ബർഗത് കി ചടി പക്കഡ്കർ झूला झुलाता है, झूला झुलता है. അടുത്തത് ചട്ട്പട്ട് ചോटे का हाथ पकड़कर दौड़ाता है. ഓക്കെ, അപ്പൊ ചട്ട്പട്ടും നട്ട്കട്ടും വരുന്നത് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് കഹാനി സെ ശബ്ദ ജോഡെ ചുനെ അപ്നി വാക്യ മേ പ്രयोग करे എന്നാണ്. വാക്യത്തിൽ പ്രയോഗിക്കുക. തേസ് തേസ് ആണ്. വ തേസ് തേസ് ചൽത്താ ഹെ. ധീരെ ധീരെ, തേസ് പറഞ്ഞ സ്പീഡിൽ പോവാ, ധീരെ ധീരെ പതുക്കെയാണ്. ധീരെ ധീരെ ഹം ഇൻ രോഗം സെ മുക്ത് ഹോ ജായേംഗെ. പതുക്കെ നമ്മൾ ആ രോഗത്തിൽ നിന്ന് മുക്തരാകും. ബാർ ബാർ, ഇടയ്ക്കിടയ്ക്ക്. ബാലക് ബാർ ബാർ പ്രശ്ന കിയെ ജാ രഹാ താ. അടുത്തത് ചട്ട്പട്ട് കോ തൈർന ആത്താ ഹെ, നട്ട്കട്ട് കോ നാവ് ബനാന ആത്താ ഹെ. ചട്ട്പട്ടിന് നീന്താൻ അറിയാമായിരുന്നു, നട്ട്കട്ടിന് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. ലിഗി ആപ്കോ ക്യാ ക്യാ ആത്താ ഹെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുക എന്നുള്ളതാണ്. മുझे ഗാന ബനാന ആത്താ ഹെ, മുझे ഗിറ്റാർ ബജാന ആത്താ ഹെ, മുझे തൈർന ആത്താ ഹെ, മുझे ഹിന്ദി और അംഗ്രേസി ബോൽന ആത്താ ഹെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുന്നത്? ഇവിടെ മുझे സൈക്കിൾ ചലാന ആത്താ ഹെ വരുന്നുണ്ട്. നിങ്ങൾക്ക് സൈക്കിൾ മാത്രമാണെങ്കിൽ അത് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അടുത്തത് സഹി പ്രസ്താവ് ചുൻകറിലേക്കാണ്. തന്നിരിക്കുന്നതിൽ ശരിയായതെടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ നട്ട്കട്ട് കോ ഗിട്ടി പൈറാന ആത്താ ഹെ, ഇത് ശരിയാണ്. അടുത്തത് ബഡാ ഭായി 5वीं कक्षा में पढ़ता है, ഇത് ശരിയാണ്. അടുത്തത് ചട്ട്പട്ട് കോ സ്കൂൾ കെ രാസ്തേ മേ കൈ ബാർ ചോട്ടെ കാ ഇന്തസാർ കർണ പഡ്താ ഹെ, ഇത് ശരിയാണ്. ഇടയ്ക്കിടയ്ക്ക് ചട്ട്പട്ട് നട്ട്കട്ടിനെ വെയിറ്റ് ചെയ്യാറുണ്ട് അല്ലേ, ബാക്കിൽ വരുന്നത് കൊണ്ട്. ബാക്കിയുള്ളതൊന്നും ശരിയല്ല. ഇനി അനുഭവ് പാണ്ഡെ ആണ്. ചട്ട്പട്ട് और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई അനുഭവ് പാണ്ഡെ. ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും അനുഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എഴുതേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അനുഭവ കുറിപ്പ് എഴുതാൻ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അനുഭവ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അനുഭവം എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്തത് പോസ്റ്റർ തയ്യാർ കറയാണ്. ചട്ട്പട്ട് ने नदी में कूद कर नटखट की जान बचाई. मान ले इस पर स्कूल में बधाई समारोह हो रहा है, इसके लिए പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ ബധായി സമാരോഹമാണ്. കാരണം ചട്ട്പട്ട് നട്ട്കട്ടിനെ നദിയിൽ മുങ്ങി താഴുന്നതിൽ രക്ഷിച്ചു. അപ്പോൾ അവനെ അനുമോദിച്ചു കൊണ്ടൊരു അനുമോദന ചടങ്ങാണ്. അനുമോദന ചടങ്ങിൻ്റെ പോസ്റ്റർ ഇങ്ങനെയാണ്. ബധായി സമാരോഹ് എന്ന് ഹെഡിങ് കൊടുക്കുക. വിഷയം എന്താണ്? ചട്ട്പട്ടിനെ നദിമേ കുദ്കർ നട്ട്കട്ട് കി ജാൻ ബച്ചായി. അപ്പോൾ ചട്ട്പട്ട് കി ബധായി സമാരോഹമാണ് ചട്ട്പട്ടിൻ്റെ അനുമോദന ചടങ്ങ്. ഡേറ്റ് കൊടുക്കുക 26/2026 കൊടുത്തിട്ടുണ്ട്. സമയം സബേരെ 10 ബജെ, മോർണിംഗ് 10 o'clock. സ്ഥാൻ സ്കൂൾ സഭാഗ്രഹമാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനാധ്യാപക് അഥവാ പ്രിൻസിപ്പൽ ഓർ ഹെഡ് മിസ്ട്രസ് ഓർ ഹെഡ് മാസ്റ്റർ. സബ്കാ ഹാർദിക് സ്വാഗതം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്കിതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എഴുതാവുന്നതാണ്.
ഇനി ചർച്ച കറയാണ് मान ली आपको तैरना नहीं आता नटखट की जान बचाने के लिए आप क्या करते എന്നാണ്. നിങ്ങൾ ഇത് ചർച്ചക്കാരെയാണ്. ഇതും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചർച്ച എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ ലിങ്ക് കിട്ടുള്ളൂ. ഇത് നമ്മുടെ മെമ്പേഴ്സിന് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ ചർച്ച വേണ്ടവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ അനുഭവക്കുറിപ്പ് വേണ്ടവരും അതുപോലെ അനുഭവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീഡിയോ ലിങ്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. സംശയ ലിഖയാണ് നമുനെ ദിക്കുകയും രേഖാങ്കിത് അംശ പർ ധ്യാൻ ദയാണ് അർത്ഥഭേദ് സംശയ. തന്നിരിക്കുന്നതിലെ അർത്ഥവ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പ്രസന്റ് ടെൻസ് ആണ്, ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതാണ് വ്യത്യാസം കേട്ടോ. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും ആണ്. അത് പറഞ്ഞു തരാം എന്താണ് ഇതിൻ്റെ വ്യത്യാസമെന്ന്. ആദ്യം നോക്കൂ. ഷട്പട്ട് ദൗഡ് ലഗാത്താ ഹെ ആണ്. ഇത് സാമാന്യ വർത്തമാൻ കാലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയും. ഇത് താൽക്കാലിക് വർത്തമാൻ കാലാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോൾ വേണമെങ്കിലും നിന്നു പോവാവുന്ന ഒരു കാര്യം. അപ്പം ഷട്പട്ട് ദൗഡ് ലഗാത്താ ഹെ എന്ന് പറഞ്ഞാൽ ഷട്പട്ട് ഓടുകയാണ്. അടുത്തത് ഷട്പട്ട് ദൗഡ് ലഗാ രഹാ ഹെ എന്ന് പറഞ്ഞാൽ ഷട്പട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. അടുത്തത് ഷട്പട്ട് ഓർ നട്കട്ട് ദൗഡ് ലഗാത്തേ ഹെ ആണ്. അപ്പൊ ഷട്പട്ടും നട്കട്ടും ഓടുകയാണ്. ഷട്പട്ട് ഓർ നട്കട്ട് ദൗഡ് ലഗാ രഹേ ഹെ ആണെങ്കിലോ ഷട്പട്ടും നട്കട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് മछली തൈർത്തി ഹെ ആണ്. മീൻ നീന്തുകയാണ്. മछली തൈർ രഹാ ഹെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കേട്ടോ. മീൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നദിയാം ബഹ്തി ഹെ നദികൾ ഒഴുകുകയാണ്. അപ്പൊ ഇവിടെ നദിയാം ബഹ് രഹി ഹെ എന്താ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിൽ വ്യത്യാസം വരിക. സാമാന്യ വർത്തമാൻകാലം താൽക്കാലിക് വർത്തമാൻകാലമാണ്. ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, മറ്റത് എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമുനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖയാണ്. തന്നിരിക്കുന്നത് പോലെ തന്നെ ചേഞ്ച് ചെയ്ത് എഴുതുക. നട്കട്ട് റോത്താ ഹെ नटखट रो रहा है. ओके. चटपट और नटखट स्कूल से आते हैं. चटपट और नटखट स्कूल से आ रहे हैं. അടുത്തത് नाव चल रही है ആണ്. അപ്പോൾ ഇവിടെ चल रही है എന്ന് ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് പറഞ്ഞുതരാം. ഇവിടെ നാവ് ചൽത്തി ഹേ എന്ന് മതി കേട്ടോ. ഇത് നമ്മൾ ചൽ റഹി ഹേ എന്നല്ല, നാവ് ചൽത്തി ഹേ എന്നാണ് വരേണ്ടത്. ഇവിടെ ചൽത്തി എന്നാക്കുക കേട്ടോ. നാവ് ചൽത്തി ഹേ എന്നാണ്, നാവ് ചൽ റഹി ഹേ എന്ന് ഇവിടെ ആവും. പിന്നെ ഇവിടെ നമുക്ക് സർദിയം ഷുറു ഹോത്തി ഹേ, സർദിയം ഷുറു ഹോ റഹി ഹേ. അപ്പോൾ അത് ഇവിടെ ചൽത്തി ഹേ എന്നാണ്, അത് കറക്റ്റ് ആക്കുക കേട്ടോ. അടുത്തത് ബാത്ചീത്ത് ആണ്, അതായത് കോൺവെർസേഷൻ. मान ले नटखट ने घर पहुंचकर रास्ते की सारी घटनाएं माँ को बता दी. दोनों की बीच की बातचीत लिखी. നട്കട്ട് വീട്ടിലെത്തി, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് അമ്മയോട് നട്കട്ട് തന്നെ തുറന്ന് പറയുന്നു. അവർ തമ്മിലുള്ള ഒരു സംഭാഷണം, കോൺവെർസേഷൻ എഴുതണം. നമുക്ക് നോക്കാം ആ കോൺവെർസേഷൻ. माँ और नटखट के बीच की बातचीत ആണ്. നട്കട്ട് മാ മുझे आपसे कुछ कहना है. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അമ്മ മാ क्या बात है बेटा എന്താണ് മോനെ. നട്കട്ട് മാ आज मैं नदी में गिर गया था. ഇന്ന് ഞാൻ നദിയിൽ വീണു. മാ ये मैं क्या सुन रही हूँ. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്. तुम्हें कुछ हुआ तो नहीं. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പം നട്കട്ട് नहीं माँ बड़े ने मुझे बचा लिया था. ഇല്ല, എന്നെ ഏട്ടൻ രക്ഷിച്ചു. മാ ഹേ ഭഗവാൻ തേരാ ലാഖ് ലാഖ് ശുക്ര ഹേ. ഹേ ഭഗവാൻ നിങ്ങൾക്ക് പ്രണാമം, എന്താ കോടി കോടി പ്രണാമം എന്നൊക്കെ പറയില്ല, ഇവിടെ ലാഖാണ് ലക്ഷം. തും നദി മേ ഗിരാ കേസേ. നീ എങ്ങനെയാ നദിയിൽ വീണത്. നട്കട്ട്
നട്കട്ട് എന്താ പറയാ? കാഗസ് കെ നാവ് ബഹാനെ ചലാത്ത, പേപ്പർ ബോട്ട് വിടാൻ വേണ്ടി പോയതാ. മാ ഏതോ അച്ഛാ ഹുവാ ചട്പട്ട് കോ തൈർന ആത്താ ഹെ, ചട്പട്ടിന് നീന്താൻ അറിഞ്ഞത് നന്നായി. നട്കട്ട് ഹാ വ മുझे भी തൈർന സിക്കായേഗ, അവൻ എന്നെയും എന്ത് ചെയ്യും? നീന്താൻ പഠിപ്പിക്കും. മാ ടീക്ക് ഹെ പർ തും ആകെ ഷറാറത്ത് ബിൽക്കുൽ മത് കർണ, അതൊക്കെ ശരിയാണ്, നീ ഇനി അങ്ങോട്ട് വികൃതി ഒന്നും കാണിക്കരുത്. നട്കട്ട് ടീക്ക് ഹെ മാന്നാക്കുക കേട്ടോ. ടീക്ക് ഹേ മാന്ന് മതി ഇവിടെ, ടീക്ക് ഹേ വേണ്ട, ടീക്ക് ഹേ മാ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കോൺവെർസേഷൻ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താം, പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ടൊരു കോൺവെർസേഷൻ ഇത്രയും മതി. അടുത്തത് ഓഡിയോ ആണ്. അപ്പോൾ ഈ കഹാനിക്ക ഓഡിയോ തയ്യാർ കറി, ഓഡിയോ നിങ്ങൾ തയ്യാറാക്കേണ്ടതാണ്, നമുക്കിതിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. ഇദ്ദേഹമാണ് ഇതിൻ്റെ രചനാക്കാരായ രമേശ് ഉപാധ്യായ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പല ക്ലാസ്സുകളും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ജോയിൻ ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറഞ്ഞ അനുഭവവും ഒരു ചർച്ചാക്കറിയും ഇതിൽ ഉണ്ട് നമുക്ക്. അപ്പോൾ ആ അനുഭവക്കുറിപ്പും അതുപോലെ ചർച്ച അതും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കുള്ളൂ. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് തരാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.